ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അപ്കമിങ് GD എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഞാൻ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇന്നലെ ഓൾറെഡി അപ്ലോഡ് ചെയ്തായിരുന്നു. ഇന്ന് നമുക്ക് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. GD എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് പ്ലാനറ്റ് ഹാസ് ദ ഷോർട്ടസ്റ്റ് ഡേ ഇൻ ദി സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡേ ഉള്ളത് ഏത് പ്ലാനറ്റിനാണ്? ജൂപ്പിറ്ററിനാണ് കേട്ടോ. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡേ വരുന്നത് ജൂപ്പിറ്ററിനാണ്. ആൻഡ് ജൂപ്പിറ്ററിലെ ഒരു ഡേ എന്ന് പറയുന്നത് എത്ര അവേഴ്സ് ആണ്? ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 10 hours. അപ്രോക്സിമേറ്റ്ലി 10 hours ആണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 9 hours and 45 minutes. അപ്പോൾ ജൂപ്പിറ്ററിലെ ഒരു ഡേ എന്ന് പറയുന്നത് എത്ര അവേഴ്സ് ആണ്? 9 hours and 45 minutes ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് റൊട്ടേറ്റിംഗ് പ്ലാനറ്റ്. ജൂപ്പിറ്റർ ആണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലാനറ്റ്. അതുകൊണ്ട് തന്നെ അതിനാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡേ ഉള്ളത്. അതിൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് 9 hours and 55 minutes ആണ്. ഓക്കെ. ആൻഡ് വിച്ച് പ്ലാനറ്റ് ഹാസ് ദ ലോങ്ങസ്റ്റ് ഡേ ഇൻ ദ സോളാർ സിസ്റ്റം? ഏത് പ്ലാനറ്റാണ് ലോങ്ങസ്റ്റ് ഡേ വരുന്നത്? ലോങ്ങസ്റ്റ് ഡേ വരുന്നത് വീനസിനാണ്. ഏത് പ്ലാനറ്റിനാണ്? വീനസിനാണ് ലോങ്ങസ്റ്റ് ഡേ ഉള്ളത് സോളാർ സിസ്റ്റത്തിൽ. ആൻഡ് വീനസിൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത്, വീനസിലെ ഒരു ഡേ എന്ന് പറയുന്നത് എർത്തിലെ 243 ഡേയ്സിന് ഈക്വൽ ആണ്. നമ്മുടെ എർത്തിലെ എത്ര ഡേയ്സിനാണ്? 243 ഡേയ്സിന് ഈക്വൽ ആണ് വീനസിലെ ഒരു ഡേ എന്ന് പറയുന്നത്. എർത്തിലെ 243 ഡേയ്സിന് ഈക്വൽ ആണ് വീനസിലെ ഒരു ഡേ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വീനസ് റൊട്ടേറ്റ് ചെയ്യുന്നത് റിട്രോഗ്രേഡ് ഡയറക്ഷനിലാണ്. ഏത് ഡയറക്ഷനിലാണ്? റിട്രോഗ്രേഡ് ഡയറക്ഷനാണ്. അതായത് ഈസ്റ്റ് ടു വെസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് എന്ത്? വീനസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് 5-year പ്ലാൻ ഓഫ് ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ വിച്ച് മോഡൽ? ഏത് മോഡലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് 5-year പ്ലാൻ വന്നത്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഹെറോഡ് ഡോമർ മോഡൽ. ഏത് മോഡലാണ്? ഹെറോഡ് ഡോമർ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് 5-year പ്ലാൻ വരുന്നത്. ആൻഡ് നമുക്ക് സെക്കൻഡ് 5-year പ്ലാൻ. ഓക്കെ, സെക്കൻഡ് 5-year പ്ലാൻ ഏത് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്? സെക്കൻഡ് 5-year പ്ലാൻ വരുന്നത് PC മഹലനോബിസ്. ഏത് മോഡലാണ്? PC മഹലനോബിസ്. ഓക്കെ, PC മഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സെക്കൻഡ് 5-year പ്ലാൻ വരുന്നത്. ആൻഡ് ഫസ്റ്റ് 5-year പ്ലാൻ വരുന്നത് ഹെറോഡ് ഡോമർ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് നമുക്കറിയാം ഫസ്റ്റ് 5-year പ്ലാൻ്റെ ഇയർ ഏതാണ്? 1951 to 56 ആണ്. ഏത് ഇയറിലാണ് ഫസ്റ്റ് 5-year പ്ലാൻ? 1951 to 56 ആണ്. ആൻഡ് അത് മെയിൻലി ഫോക്കസ് ചെയ്തത് ഏതിലേക്കാണ്? അഗ്രികൾച്ചറിലും ഇറിഗേഷനും. ഓക്കെ, അഗ്രികൾച്ചർ ആയിരുന്നു ഫസ്റ്റ് 5-year പ്ലാൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ആൻഡ് ബക്രാനങ്കൽ ഡാം ഫസ്റ്റ് 5-year പ്ലാനിലെ ഒരു മേജർ പ്രോജക്റ്റ് ആയിരുന്നു. ഇത് ബക്രാനങ്കൽ ഡാം. ഓക്കെ. ആൻഡ് ഫസ്റ്റ് 5-year പ്ലാൻ്റെ ടൈമിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടർ ആരുടെ ലീഡർഷിപ്പ് ആയിരുന്നു? ജവഹർലാൽ നെഹ്റുവിൻ്റെ ലീഡർഷിപ്പിലായിരുന്നു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ സയൻറ്റിഫിക് ടേം ഫോർ വൈറ്റ് ബ്ലഡ് സെൽസ്? WBCയുടെ സയൻറ്റിഫിക് ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സയൻറ്റിഫിക് ടേം? ഇറ്റ്സ് ല്യൂക്കോസൈറ്റ്സ്. എന്താണ്? ല്യൂക്കോസൈറ്റ്സ്. ഓക്കെ, ല്യൂക്കോസൈറ്റ്സ് ആണ് സയൻറ്റിഫിക് ടേം ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്കറിയാം വൈറ്റ് ബ്ലഡ് സെൽസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ ബോഡിയുടെ ഡിഫെൻസിനുമാണ് എന്ത്? വൈറ്റ് ബ്ലഡ് സെല്ല് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, RBCയുടെ അതായത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ സയൻറ്റിഫിക് ടേം എന്താണ്? ഇറ്റ്സ് എറിത്രോസൈറ്റ്സ്. എന്താണ്? എറിത്രോസൈറ്റ്സ് ആണ് RBCയുടെ സയൻറ്റിഫിക് നെയിമാണ് എറിത്രോസൈറ്റ്സ്. റെഡ് ബ്ലഡ് സെൽസ് കണ്ടെയ്ൻ എന്താണ്? ഹീമോഗ്ലോബിൻ എവിടെയാണുള്ളത്? റെഡ് ബ്ലഡ് സെൽസിലാണ്. ആൻഡ് ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് RBC എന്ന് പറയുന്നത് 120 ഡേയ്സ്. എത്ര ഡേയ്സ് ആണ്? 120 ഡേയ്സ് ആണ് ഒരു RBCയുടെ. ഓക്കെ, ഒരു RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്. ആൻഡ് RBC എവിടെയാണ് പ്രൊഡ്യൂസ് ആവുന്നത്? ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബോൺ മാരോ. ഓക്കെ, എവിടെയാണ് RBCs പ്രൊഡ്യൂസ് ആവുന്നത്? ബോൺ മാരോയിലാണ്. ഓക്കെ. ആൻഡ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? പ്ലേറ്റ്ലെറ്റ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഓക്കെ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ആൻഡ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ത്രോംബോസൈറ്റ്സ്. എന്താണ്? ത്രോംബോസൈറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ത്രോംബോസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ എറിത്രോസൈറ്റ്സ് എന്തിൻ്റെ ആയിരുന്നു? RBCയുടെ ആയിരുന്നു. ആൻഡ് ല്യൂക്കോസൈറ്റ്സ് എന്തിൻ്റെ ആയിരുന്നു? WBC. ആൻഡ് ത്രോംബോസൈറ്റ്സ് ബിലോങ് ടു പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അളകനന്ദ റിവർ ഒറിജിനേറ്റ്സ് ഫ്രം വിച്ച് ഗ്ലേഷ്യർ? ഏത് ഗ്ലേഷ്യറിൽ നിന്നാണ് അളകനന്ദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ഫ്രം സതോപന്ത് ഗ്ലേഷ്യർ. ഏതാണ്? സതോപന്ത്. എവിടെ നിന്നാണ്? സതോപന്ത് ഗ്ലേഷ്യറിൽ നിന്നിട്ടാണ് അളകനന്ദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് അളകനന്ദ റിവർ ദേവപ്രയാഗിൽ വെച്ചിട്ട് ഭഗീരഥി റിവറുമായിട്ട് കോൺഫ്ലുവൻസ് ചെയ്യുകയും അതിനുശേഷമാണ് അതെന്ത്? ഗംഗാ റിവർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അളകനന്ദ റിവർ സതോപന്ത് ഗ്ലേഷ്യറിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നു. ദെൻ അത് ദേവപ്രയാഗിൽ വെച്ചിട്ട് ഭഗീരഥി റിവറുമായിട്ട് ജോയിൻ ആവുന്നു. ആൻഡ് ആഫ്റ്റർവേർഡ്സ് ഇറ്റ്സ് കോൾഡ് ആസ് ഗംഗാ റിവർ. ഓക്കെ അല്ലേ? ദിസ് ഭഗീരഥി റിവറിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്? ഗംഗോത്രി ഗ്ലേഷ്യർ. ഓക്കെ,
എവിടെ നിന്നാണ് ഭഗീരഥി റിവർ വരുന്നത്? ഗംഗോത്രി ഗ്ലേഷ്യർ. അപ്പോൾ അളകനന്ദ എവിടെ നിന്നാണ്? സതോപന്ത് ഗ്ലേഷ്യർ എന്നും ഭഗീരഥി റിവർ എവിടെ നിന്നാണ്? ഗംഗോത്രി ഗ്ലേഷ്യർ എന്നാണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ പറഞ്ഞ ദേവപ്രയാഗ് എന്ന് പറയുന്നത് ഈ അളകനന്ദ റിവറിന് 5 പ്രയാഗ്സ് ഉണ്ട്. 5 ഇതുപോലെ കോൺഫ്ലുവൻസസ് വരുന്നുണ്ട്. അതിൽ ഒന്നാണ് ഏത്? ദേവപ്രയാഗ് എന്ന് പറയുന്നത്. നമുക്ക് ആ 5 പ്രയാഗുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് മിക്കവാറും ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കുന്നതാണ്. സോ എന്തായാലും ഒന്ന് നോക്കി വെച്ചേക്കും. ഓക്കെ, അപ്പോൾ വിഷ്ണുപ്രയാഗില് അളകനന്ദ റിവർ കോൺഫ്ലുവൻസ് ചെയ്യുന്നത് ഏത് റിവറുമായിട്ടാണ്? ധൗലി ഗംഗ. ഏത് റിവറാണ്? ധൗലി ഗംഗ റിവറുമായിട്ടാണ് വിഷ്ണുപ്രയാഗില് അളകനന്ദ റിവർ കോൺഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തെങ്കിലും ചെറിയ കോഡുകൾ വെച്ച് ഓർത്ത് വെക്കണം കേട്ടോ. ലൈക്ക് ഇപ്പോൾ എന്താ വിഷ്ണു ഈസ് റിലേറ്റഡ് ടു ഗംഗ എന്ന് ഓർക്കുക. വിഷ്ണു ഈസ് റിലേറ്റഡ് ടു ഗംഗ എന്ന് ഓർക്കുക. അപ്പോൾ വിഷ്ണു വരുമ്പോൾ നമുക്ക് വിഷ്ണുപ്രയാഗ് വരുമ്പോൾ നമുക്ക് ഓർക്കണം അളകനന്ദയും ധൗലി ഗംഗയും കൂടെ കോൺഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയ ആണ് ഇവിടെ വിഷ്ണുപ്രയാഗ് എന്ന് പറയുന്നത്. ദെൻ നന്ദപ്രയാഗ് എന്ന് പറയുന്നത് അളകനന്ദയും നന്ദാകിനി റിവർ, ആരാണ്? അളകനന്ദയും നന്ദാകിനി റിവറും കൂടെ കോൺഫ്ലുവൻസ് ചെയ്യുന്നതാണ് നന്ദപ്രയാഗ്. ഓക്കെ, അത് ഓർക്കാൻ എളുപ്പമാണ്. ലൈക്ക് നന്ദാകിനി ആൻഡ് നന്ദ, അത് റിലേറ്റഡ് ആണ്. ഓക്കെ, ദെൻ കർണപ്രയാഗ് ഉണ്ട്. ഓക്കെ, കർണപ്രയാഗ് വരുന്ന എവിടെയാണ്? അളകനന്ദയും പിന്ദർ റിവറും കൂടെ കോൺഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയയിലാണ് എന്ത്? കർണപ്രയാഗ് വരുന്നത്. ഓക്കെ, ലൈക്ക് KP ഓർത്ത് വെക്കുക. ഓക്കെ, KP നമ്പൂതിരീസ് ഒക്കെ ഇല്ലേ, ആ ഒരു രീതിയിൽ KP അങ്ങനെ ഓർത്ത് വെക്കുക. KP. ഓക്കെ, KP ഏതാണ്? കർണപ്രയാഗ് വരുന്നത് അളകനന്ദയും പിന്ദറും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ്. ദെൻ അളകനന്ദ റിവറും മന്ദാകിനി റിവറും കൂടെ ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്? രുദ്രപ്രയാഗിൽ. ഓക്കെ, രുദ്രപ്രയാഗിലാണ് അളകനന്ദ റിവറും മന്ദാകിനി റിവറും തമ്മിലുള്ള കോൺഫ്ലുവൻസ് വരുന്നത് എവിടെയാണ്? രുദ്രപ്രയാഗിലാണ്. ആൻഡ് ദേവപ്രയാഗിൽ നമ്മൾ പഠിച്ചു. ദേവപ്രയാഗിൽ അളകനന്ദയും ഭഗീരഥി റിവറും. ഓക്കെ, അവിടെ നിന്നിട്ട് അവരെന്താണ്? ഗംഗാ റിവറായിട്ട് അറിയപ്പെടുന്നു. ആഫ്റ്റർ ദാറ്റ് ആണ് അവരെന്ത്? ഗംഗാ റിവറായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ദേവപ്രയാഗിൽ അളകനന്ദയും ഭഗീരഥി റിവറും. ആൻഡ് ഈ 5 പ്രയാഗുകളും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. ഓക്കെ, ഈ 5 പ്രയാഗുകളും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, ഈ 5 പ്രയാഗുകളും അളകനന്ദയായിട്ടുള്ള കോൺഫ്ലുവൻസ് വരുന്ന ഈ 5 പ്രയാഗുകളും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ക്യാൻ ദ പ്രസിഡന്റ് ഡിക്ലെയർ എ നാഷണൽ എമർജൻസി? ഓക്കെ, അപ്പം നാഷണൽ എമർജൻസിയുടെ ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 352. നാഷണൽ എമർജൻസി ഏതാണ്? ആർട്ടിക്കിൾ 352. ഓക്കെ, ആർട്ടിക്കിൾ 352 ആണ് നാഷണൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ വരുന്നത്. ആൻഡ് ഇന്ത്യയിൽ നമുക്ക് 3 പ്രാവശ്യമാണ് നമ്മൾ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ ഇയേഴ്സിലാണ് നമുക്ക് നാഷണൽ എമർജൻസി നമ്മൾ ഡിക്ലെയർ ചെയ്തത്? 1962, ദെൻ 1971 ആൻഡ് 75. ഓക്കെ, 1962-ലും 1971-ലും 1975-ലും ഈ 3 ഇയേഴ്സിലും ഇന്ത്യയിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നാഷണൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 352. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റേറ്റ് എമർജൻസിയുടെ ആർട്ടിക്കിൾ നോക്കാം. സ്റ്റേറ്റ് എമർജൻസി ഈസ് ഓൾസോ നോൺ ആസ് പ്രസിഡൻസ് റൂൾ. ഓക്കെ, ഒരു സ്റ്റേറ്റിൽ പ്രസിഡൻസ് റൂൾ വരുന്നതിനാണ് എന്ത്? സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 356. ഓക്കെ, അപ്പം 352 അത് നാഷണൽ എമർജൻസി. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നാഷണൽ ആണല്ലോ. അപ്പം നാഷണൽ എമർജൻസി ആണ് ആദ്യം വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 352 വരുന്നത് നാഷണൽ എമർജൻസിയാണ്. ദെൻ സ്റ്റേറ്റ് എമർജൻസി വരുമ്പോൾ ആർട്ടിക്കിൾ 356. ഓക്കെ, സ്റ്റേറ്റ് എമർജൻസി വരുമ്പോൾ ആർട്ടിക്കിൾ 356. ഓക്കെ, സ്റ്റേറ്റ് 6. ഓക്കെ, സ്റ്റേറ്റ് വരുമ്പോൾ 6. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 360 വരുന്നത് ഫിനാൻഷ്യൽ എമർജൻസിയാണ്. ഫിനാൻഷ്യൽ എമർജൻസി വരുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 360. നമുക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാം, ലൈക്ക് 360 ഡിഗ്രി നമുക്ക് നമ്മളൊരു വട്ടത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഏതാണ്? ഫിനാൻഷ്യൽ എമർജൻസി വരുമ്പോഴാണ് നമ്മൾ ആകെ വട്ടത്തിൽ കുഴഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 360 വരുന്നത് ഏതാണ്? ഫിനാൻഷ്യൽ എമർജൻസി ആണ്. ആൻഡ് ദെൻ എമർജൻസി പ്രൊവിഷൻസ് ആർ ബോറോഡ് ഫ്രം ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നല്ല കേട്ടോ. എമർജൻസി പ്രൊവിഷൻസ് നമ്മൾ ബോറോ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഓക്കെ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് എമർജൻസി പ്രൊവിഷൻസ് ബോറോ ചെയ്യുന്നത്. ആൻഡ് എന്താണ് നമ്മൾ ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെടും. ഓക്കെ, നമ്മുടെ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി, ഇതാണ് എവിടെ നമ്മൾ എടുത്തത്? ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമ്മൾ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസിയാണ് നമ്മൾ ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ എമർജൻസി പ്രൊവിഷൻസ് എവിടെ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്നാണ് നമ്മൾ ബോറോ ചെയ്യുന്നത്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് ആസാം? ആസാമിന്റെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഏതാണ്? ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസാമിന്റെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഏതാണ്? ബിഹു ആണ്. ഓക്കെ, ബിഹു ആസാമിന്റെ എന്ത് ടൈപ്പ് ഫെസ്റ്റിവൽ ആണെന്ന് ചോദിക്കുക. എന്ത് ടൈപ്പാണ്? ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മാക്സിമം സ്ട്രെങ്ത് ഓഫ് ലോക്സഭ.
ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത്, കറണ്ട് ആയിട്ടുള്ള മാക്സിമം സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 550 മെമ്പേഴ്സ് ആണ്. ഓക്കെ, കറന്റ് ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ലോക്സഭ എന്ന് പറയുന്നത് എവിടെയാണ്? ലോക്സഭയാണ്. ഇറ്റ്സ് 550 മെമ്പേഴ്സ് ആണ്. അതിൽ 530 ഫ്രം സ്റ്റേറ്റ്സും 20 ഫ്രം യൂണിയൻ ടെറിട്ടറീസുമാണ്. 20 യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും 530 സ്റ്റേറ്റ്സിൽ നിന്നുമാണ്. ആൻഡ് ബിഫോർ ദിസ് 104ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന് മുന്നേ നമ്മുടെ മാക്സിമം സ്ട്രെങ്ത് വാസ് 552. ഓക്കെ, ഈ 2019ലെ 104ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന് മുന്നേ നമുക്ക് 552 ആയിരുന്നു നമ്മുടെ ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എക്സ്ട്രാ 2 എന്ന് പറയുന്നത് 2 ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യുന്നതായിരുന്നു. പക്ഷെ ആ പ്രൊവിഷൻ നമുക്ക് 104ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴി റിമൂവ് ചെയ്യുകയുണ്ടായി. ഓക്കെ, ആ പ്രൊവിഷൻ നമുക്ക് ഏത് ആക്ടാണ്? 104ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2019 റിമൂവ് ചെയ്യുകയുണ്ടായി. ആൻഡ് ഇപ്പോൾ കറന്റ് നമ്മുടെ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ ലോക്സഭ എന്ന് പറയുന്നത് 550 ആണ്. ഓക്കെ, ആൻഡ് കറണ്ട് സ്ട്രെങ്ത് ഓഫ് ദ ലോക്സഭ എത്രയാണ്? ഇറ്റ്സ് 543. ഓക്കെ, മാക്സിമം ആണ് 550. കറണ്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇപ്പോൾ എലക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് സ്ട്രെങ്ത് എത്രയാണ്? 543 മെമ്പേഴ്സ് ആണ് ലോക്സഭയിൽ ഉള്ളത്. ആൻഡ് മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ എത്രയാണ്? രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 മെമ്പേഴ്സ്. ഓക്കെ, രാജ്യസഭയാണ്. ഓക്കെ, രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 250 മെമ്പേഴ്സ് ആണ്. അതിൽ 238 മെമ്പേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറിയുടേതുമാണ്. ഓക്കെ, 238 പേര് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സ്റ്റേറ്റ് അതുപോലെ യൂണിയൻ ടെറിട്ടറിയുടേതുമാണ്. എന്നാൽ 12 പേര്, എത്ര പേര്? 12 പേരെ ഡയറക്റ്റ് ആയിട്ട് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. എത്ര പേര്? 12 പേര്. ആൻഡ് ഈ 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? ലിറ്ററേച്ചർ, സയൻസ്, ആർട്സ്, എന്തൊക്കെ? ലിസാസ്. ഓക്കെ, ലിറ്ററേച്ചർ, സയൻസ്, ആർട്സ്, സോഷ്യൽ സയൻസ്, ഈ കാര്യങ്ങളുടെ ബേസിസിലാണ് ഈ 12 പേരെ ആര്? പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ രാജ്യസഭയിൽ 250 മെമ്പേഴ്സ് ആണ്. 238 സ്റ്റേറ്റ്സിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസിലെയും റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ആൻഡ് 12 പേരെ ലിസാസിന്റെ ബേസിസിൽ ആര്? പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ ആസ് പെർ 2011 സെൻസസ്. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ ഏതാണ്? സിക്കിം ആണ്. ഓക്കെ, സിക്കിമാണ് ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത്. എന്നാൽ ഹയസ്റ്റ് പോപ്പുലേഷൻ ഉത്തർപ്രദേശ്. ഓക്കെ, സിക്കിമിലാണ് ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷൻ വരുന്നത്. എന്നാൽ ഹയസ്റ്റ് പോപ്പുലേഷൻ ഉത്തർപ്രദേശിലാണ്. ആൻഡ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നത് എവിടെയാണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നത് അരുണാചലിലാണ്. ഓക്കെ, ഇത് തിരിഞ്ഞു പോവല്. ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് സിക്കിമിലും, പക്ഷെ ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. അതുപോലെ ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് ഉത്തർപ്രദേശിലും, ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നത് ബീഹാറാണ്. ഓക്കെ, ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ആൻഡ് യൂണിയൻ ടെറിട്ടറിയുടെ കാര്യം നോക്കുമ്പോൾ ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ള യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപാണ്. ഏതാണ്? ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ള യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപാണ്. ആൻഡ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് അഫ്കോഴ്സ് ഡൽഹിയാണ്. ആൻഡ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഡൽഹിയാണ്. ആൻഡ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്ന യൂണിയൻ ടെറിട്ടറീസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നത്. അതുപോലെ ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി അത് ഡൽഹി തന്നെയാണ്. ഹയസ്റ്റ് പോപ്പുലേഷനും ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റിയും അഫ്കോഴ്സ് ഡൽഹിയിൽ തന്നെയാണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യാസ് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ആക്ച്വലി ഇന്ത്യാസ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ആപ്പിൾ ആണ്. ഏതാണ്? ഇന്ത്യയുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഈസ് ആപ്പിൾ ആണ്. ആപ്പിൾ എന്താണ്? അരിയാനെ പാസഞ്ചർ പേയ്ലോഡ് എക്സ്പെരിമെൻ്റ്. ഓക്കെ, അരിയാനെ പാസഞ്ചർ പേയ്ലോഡ് എക്സ്പെരിമെൻ്റ് ആണ് ആപ്പിൾ. ആൻഡ് അതാണ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇന്ത്യയുടെ. പക്ഷേ ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി ഓപ്പറേഷണൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാറ്റലൈറ്റ് ഏതാണ്? ഇൻസാറ്റ് IB ആണ്. ഇൻസാറ്റ് IB ആണ് ഫുള്ളി ഓപ്പറേഷണൽ ആയിട്ടുള്ള. ഓക്കെ, ഫുള്ളി ഓപ്പറേഷണൽ ആയിട്ടുള്ള ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇൻസാറ്റ് IB. അല്ലാതെ നമുക്ക് ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഏതാണ്? ആപ്പിൾ ആണ്. ഓക്കെ, അരിയാന പാസഞ്ചർ പേയ്ലോഡ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ആൻഡ് നമുക്ക് നോക്കാം. IB വാസ് ലോഞ്ച്ഡ് ഓൺ. IB എന്നാണ് ലോഞ്ച് ചെയ്തത്? 30th August of 1983. 1983 30th Augustനാണ് ഇൻസാറ്റ് IB ലോഞ്ച് ചെയ്യുന്നത്. എന്നാണ് 1983. ഇയർ നോക്കുക, 1983. ആൻഡ് ഇൻസാറ്റ് IB വാസ് ഡീകമ്മീഷൻഡ് ഓൺ 1993. ഓക്കെ, അപ്പം 1983 അത് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഡീകമ്മീഷൻ ചെയ്ത ഇയർ ഏതാണ്? 1993. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് The Simon Commission was made to analyze the working of which act? ഏത് ആക്ടിൻ്റെ വർക്കിങ്ങിനെ അനലൈസ് ചെയ്യാനാണ് സൈമൺ കമ്മീഷൻ ഉണ്ടാക്കിയത്? ഏത് ആക്ടിൻ്റെയാണ്?
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. ഇയർ നോക്കുക, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ വർക്കിങ്ങിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഏത് കമ്മീഷൻ, സൈമൺ കമ്മീഷൻ ഉണ്ടാക്കുന്നത്. സൈമൺ കമ്മീഷൻ ഏത് ആക്ടിന്റെയാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919, which is also known as Montagu-Chelmsford reforms. Which is also known as, either 1919 act is also known as Montagu-Chelmsford reforms. Montagu-Chelmsford എങ്ങനെയാ വന്നത്? ആ ടൈമിൽ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആയിരുന്നു? സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആയിരുന്നു മൊണ്ടേഗു, ആൻഡ് വൈസ്രോയി ആയിരുന്നു ഷെംസ്ഫോർഡ്. ഓക്കെ, വൈസ്രോയി ആയിരുന്നു ഷെംസ്ഫോർഡ് ആൻഡ് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആയിരുന്നു മൊണ്ടേഗു. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഈസ് ഓൾസോ നോൺ ആസ് Montagu-Chelmsford reforms. Okay, അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ഈസ് ഓൾസോ നോൺ ആസ് Montagu-Chelmsford reforms. ആൻഡ് ഈ ആക്ടിന്റെ വർക്കിങ്ങിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് സൈമൺ കമ്മീഷൻ ഉണ്ടാക്കുന്നത്. ആൻഡ് സൈമൺ കമ്മീഷൻ വാസ് ഒഫീഷ്യലി കോൾഡ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഏതാണ്? സൈമൺ കമ്മീഷൻ ആണ്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ഏതാണ്? സൈമൺ കമ്മീഷൻ ആണ്. ആൻഡ് വെൻ ഡിഡ് സൈമൺ കമ്മീഷൻ അറൈവ് ഇൻ ഇന്ത്യ? എന്നാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ അറൈവ് ചെയ്യുന്നത്? 1928. ഏത് ഇയറിലാണ്? 1928 3rd February. ഓക്കെ, 3rd February ഓഫ് 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് അറൈവ് ചെയ്യുന്നത്. അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 7 മെമ്പേഴ്സ് ആയിരുന്നു കേട്ടോ. സൈമൺ കമ്മീഷനിൽ ടോട്ടലി 7 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഹെഡഡ് ബൈ സർ ജോൺ സൈമൺ. ആരാണ്? സർ ജോൺ സൈമൺ ആയിരുന്നു സൈമൺ കമ്മീഷൻ ഹെഡ് ചെയ്തിരുന്നത്. ആരാണ്? സർ ജോൺ സൈമൺ ആണ്. ആൻഡ് യെസ്, ഇറ്റ് ഹാഡ് 7 മെമ്പേഴ്സ്. എത്ര പേരുണ്ടായിരുന്നു? 7 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ആൻഡ് എല്ലാവരും ബ്രിട്ടീഷ് ആയിരുന്നു. ഓക്കെ, ഒരു ഇന്ത്യൻ മെമ്പറും ഉണ്ടായിരുന്നില്ല, ഫുൾ ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു. ആൻഡ് ഇത് കാരണമാണ് ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ സൈമൺ കമ്മീഷനെതിരെ വരാനുള്ള മെയിൻ കാര്യം എന്താണ്? അതിലുണ്ടായിരുന്ന 7 മെമ്പേഴ്സും ആരായിരുന്നു? ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു. ഓക്കെ, 7 മെമ്പേഴ്സും ആരായിരുന്നു? ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു. ആൻഡ് ഒരു റിലേറ്റഡ് ഫാക്ട് കൂടി നോക്കാം. സൈമൺ ഗോ ബാക്ക് എന്ന ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻ പറഞ്ഞത് ആരാണ്? യൂസഫ് മെഹർ അലി. ആരാണ്? സൈമൺ ഗോ ബാക്ക് എന്ന സ്ലോഗൻ പറയുന്നത് ആരാണ്? യൂസഫ് മെഹർ അലി. ആരാണ്? യൂസഫ് മെഹർ അലി. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻവെന്റർ ഓഫ് ബ്ലൂടൂത്തിന്റെ ഇൻവെന്റർ ആരാണ്? ജാബ് ഹാഡ്സൺ. ആരാണ്? ജാബ് ഹാഡ്സൺ ആണ് ബ്ലൂടൂത്തിന്റെ ഇൻവെന്റർ. ആരാണ്? ജാബ് ഹാഡ്സൺ ആണ്. ആൻഡ് ഈ ബ്ലൂടൂത്ത് എന്ന പേര് എങ്ങനെയാണ് വന്നത്? ഒരു 10th സെഞ്ചുറി ഡാനിഷ് കിങ് ആയിട്ടുള്ള ഹറാൾഡ് ബ്ലൂടൂത്ത്. ആരാണ്? ഹറാൾഡ് ബ്ലൂടൂത്ത്, ഇവിടുത്തെ ഡാനിഷ് കിങ്. ഓക്കെ, 10th സെഞ്ചുറിയിലെ ഒരു ഡാനിഷ് കിങ് ആയിട്ടുള്ള ഹറാൾഡ് ബ്ലൂടൂത്തിന്റെ പേര് എന്നിട്ടാണ് ബ്ലൂടൂത്ത് എന്നുള്ള പേര് നമുക്ക് വരുന്നത്. ആൻഡ് അതിന്റെ ഇൻവെന്റ് ചെയ്തത് ആരാണ്? ജാബ് ഹാഡ്സൺ ആണ്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി വാസ് റിട്ടൺ ബൈ ഹൂം? ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്താണ്? ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എഴുതിയത് ആരാണ്? രാമചന്ദ്ര ഗുഹ. ഓക്കെ, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ഗുഹ. ഓക്കെ, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എഴുതിയത് ആരാണ്? രാമചന്ദ്ര ഗുഹ. ആരാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എഴുതിയത്? രാമചന്ദ്ര ഗുഹയാണ്. ആൻഡ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് 2007. ഏത് ഇയറിലാണ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്? 2007. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എഴുതിയത് ആരാണ്? രാമചന്ദ്ര ഗുഹയാണ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 2007. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻ ഓർഡിനറി മാൻസ് ഗൈഡ് ടു എംപയർ. ആരുടെ ബുക്കാണ്? നമുക്കറിയാം, അരുന്ധതി റോയുടെ. ഓക്കെ, അരുന്ധതി റോയുടെ ബുക്കാണ് ഇത്, ആൻ ഓർഡിനറി മാൻസ് ഗൈഡ് ടു എംപയർ. ആൻഡ് അരുന്ധതി റോയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഓക്കെ, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആരുടെയാണ്? അരുന്ധതി റോയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കിനാണ് അരുന്ധതി റോയ്ക്ക് ബുക്ക് പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, ബുക്ക് പ്രൈസ് അരുന്ധതി റോയ്ക്ക് കിട്ടുന്നത് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ബുക്കിനാണ്. ഏത് ഇയറിലാണ്? 1997. ഓക്കെ, 1997 ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിനാണ് അരുന്ധതി റോയ്ക്ക് ബുക്ക് പ്രൈസ് കിട്ടുന്നത്. ഏത് ഇയറിലാണ്? 1997. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഫുൾ ഫോം ആണ്. ഓക്കെ, നീതി ആയോഗ് നമുക്കറിയാം, പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്നതാണ് ഇത്, നീതി ആയോഗ്. ആൻഡ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ് എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് നീതി ആയോഗ്. ഏത് ബോഡിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത് നീതി ആയോഗ് വരുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഏത് ഇയറിൽ? 2015. ഓക്കെ, 2015 ജനുവരി 1 ഇംപ്ലിമെന്റ് ആവുന്നത്. ഓക്കെ, 2014 ആക്ച്വലി പാസ് ആവുന്നത്, ബട്ട് 2015 അത് ഇംപ്ലിമെന്റ് ആവുന്നത്. ഓക്കെ, ജനുവരി 1 ഓഫ് 2015 നീതി ആയോഗ് ഫോം ആവുന്നത്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്. ആൻഡ് അതിന്റെ ചെയർമാൻ ആരാണ്? എപ്പോഴും പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ് നീതി ആയോഗിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത്. അപ്പോൾ കറന്റ് ആരാണ് ഇപ്പോൾ ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ് എന്ന് പറയുന്നത്? നരേന്ദ്രമോദി ആണ്.
സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ആണ്. ഓക്കെ, നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഇയറിലാണ് നബാർഡ്? നബാർഡ് എന്താണ്? നബാർഡ് ഇസ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. എന്താണ് നബാർഡ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നബാർഡ്. അത് ഏത് ഇയറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 1982 12th ജൂലൈ എന്നാണ്. 12th ജൂലൈ ഓഫ് 1982 നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്നാണ് 12th ജൂലൈ ഓഫ് 1982 നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് നബാർഡ് സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമുക്ക് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ശിവരാമൻ കമ്മിറ്റി. ഓക്കെ, നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ്. ഓക്കെ, ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? മുംബൈ. ഓക്കെ, അപ്പം നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ആൻഡ് റൂറൽ ആൻഡ് കോഓപ്പറേറ്റീവ് ബാങ്ക്സിനെ സൂപ്പർവൈസ് ചെയ്യും, അവരെ റെഗുലേറ്റ് ചെയ്യുന്നത് ഏത്? റൂറൽ ബാങ്ക്സ്. ഓക്കെ, റൂറൽ ബാങ്ക്സിനെയും കോഓപ്പറേറ്റീവ് ബാങ്ക്സിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ഒക്കെയാണ് എന്ത്? നബാർഡിൻ്റെ ഫങ്ഷൻസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ് വാട്ട് ഇൻ്റർവൽ ഓഫ് ഇയേഴ്സ് ഇസ് മഹാകുംഭ് ഓർഗനൈസ്ഡ്? ഓക്കെ, മഹാകുംഭ് ഓർഗനൈസ് ചെയ്യുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് മഹാകുംഭ് ഓർഗനൈസ് ചെയ്യുന്നത്? 12 ഇയേഴ്സ്. എത്ര വർഷം കൂടുമ്പോഴാണ് മഹാകുംഭ് ഓർഗനൈസ് ചെയ്യുന്നത്? 12 ഇയേഴ്സ് കൂടുമ്പോഴാണ് മഹാകുംഭ് ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് ഈ മഹാകുംഭ് ഓർഗനൈസ് ചെയ്യുന്നത് 4 സ്ഥലങ്ങളിലായിട്ടാണ്. ഓക്കെ, 4 സ്ഥലങ്ങളിലായിട്ടാണ് കുംഭമേള ഓർഗനൈസ് ചെയ്യുന്നത് 4 സ്ഥലങ്ങളിലായിട്ടാണ്. ആൻഡ് 4 ലൊക്കേഷൻസ് എവിടേക്കാണെന്ന് നോക്കിയേ. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ ആൻഡ് നാസിക്. എവിടേക്കാണ്? ഹരിദ്വാറിൽ, ഉജ്ജയിനിൽ, നാസിക് ആൻഡ് പ്രയാഗ്രാജ്. ഈ 4 ലൊക്കേഷനുകളിലാണ് എന്ത്? മഹാകുംഭമേള ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് 2025 ഒരു മഹാകുംഭമേള ഉണ്ടായിരുന്നല്ലേ, അത് എവിടെ വെച്ചായിരുന്നു? പ്രയാഗ്രാജ്. ഓക്കെ, 2025 മഹാകുംഭമേള നടന്നത് എവിടെ വെച്ചായിരുന്നു? പ്രയാഗ്രാജിൽ വെച്ചിലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓതർ ഓഫ് ബൃഹദ്ദേശി. ബൃഹദ്ദേശി ആരുടെയാണ്? മതംഗ മുനിയുടെയാണ്. ഓക്കെ, ബൃഹദ്ദേശി ആരുടെയാണ്? മതംഗ മുനിയുടെയാണ് ബൃഹദ്ദേശി. നമ്മൾ ഇന്നലെ പഠിച്ചു എന്താണ്? നാട്യശാസ്ത്രം ആരുടെയാണ്? നാട്യശാസ്ത്ര ഭരതമുനി. ഓക്കെ, ഭരതമുനിയുടെയാണ് നാട്യശാസ്ത്ര. ആൻഡ് മതംഗ മുനിയുടെയാണ് ഏത്? ബൃഹദ്ദേശി. ബൃഹദ്ദേശി ആരുടെയാണ്? മതംഗ മുനിയുടെയാണ്. ആൻഡ് മതംഗ മുനിയുടെ ബൃഹദ്ദേശിയിലാണ് രാഗ എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതിലാണ്? ബൃഹദ്ദേശിയിലാണ് രാഗ എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബൃഹദ്ദേശിയിലാണ്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മോസ്റ്റ് അബുണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത്സ് ക്രസ്റ്റ്. എർത്തിൻ്റെ ക്രസ്റ്റിലെ ഏറ്റവും അബുണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന എലമെന്റ്, എലമെന്റ് ഏതാണ്? ഇറ്റ്സ് ഓക്സിജൻ. ഓക്കെ, ഏറ്റവും അബുണ്ടന്റ് ആയിട്ട് എർത്തിൻ്റെ ക്രസ്റ്റിൽ കാണപ്പെടുന്ന എലമെന്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. എന്നാൽ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും അബുണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന എലമെന്റ് നൈട്രജൻ ആണ്. എർത്തിൻ്റെ ക്രസ്റ്റിൽ ഏറ്റവും അബുണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന എലമെന്റ് ഓക്സിജൻ ആണ്. എന്നാൽ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും അബുണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്നത് ഏത് എലമെന്റ് ആണ്? നൈട്രജൻ ആണ്. അടുത്തത് നോക്കിയേ, മോസ്റ്റ് അബുണ്ടന്റ് ആയിട്ടുള്ള മെറ്റൽ ആണ്. നോക്കി, നേരത്തെ എലമെന്റ് ആയിരുന്നു, ഇപ്പം മോസ്റ്റ് അബുണ്ടന്റ് ആയിട്ട് എർത്തിന്റെ ക്രസ്റ്റിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? അലൂമിനിയം. ഓക്കെ, ഏത് മെറ്റലാണ്? അലൂമിനിയം ആണ് എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും അബുണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന മെറ്റൽ അലൂമിനിയം ആണ്. ഓക്കെ, അപ്പോൾ എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും അബുണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന എലമെന്റ് ഏതാണ്? ഓക്സിജൻ ആണ്. അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണ്. എന്നാൽ ഏറ്റവും അബുണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? മെറ്റൽ ഇസ് അലൂമിനിയം. ഓക്കെ.